ഹായ് ലവ് അമോയേഷി വെൽക്കം ബാക്ക്. നൈക്കയിൽ ഇപ്പോൾ ഹോട്ട് പിങ്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ സെയിലിൻ്റെ കാര്യം ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സെയിൽ കഴിയുമെന്ന് പോലും എനിക്കറിയത്തില്ല. എനിവേ നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ തരാനുണ്ട്. ഇത് കംപ്ലീറ്റ്ലി എനിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ ചിലതിനൊന്നും ഞാൻ യൂസ് ചെയ്ത ബോട്ടിൽസും ട്യൂബ്സൊന്നും കാണാനില്ല, മിസ്സായിപ്പോയി. ചിലതൊക്കെ ഞാൻ മുറിച്ചുകൊണ്ട് ഞാനെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ പിക്ചറായിട്ട് കൊടുക്കാം. പിന്നെ ചിലതൊക്കെ ഞാൻ പറയുന്നത് ഇൻഗ്രീഡിയൻറ്റ് വൈസ് ആയിരിക്കും, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ രാവിലെ കഴിച്ചതാണ്, എന്നിട്ടിപ്പോൾ വൈകുന്നേരമായി, അതുകൊണ്ടൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് നമുക്ക് ക്ലെൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് തന്നെ ഈ സെന്തല്ലയുടെ ക്ലെൻസിങ് ഓയിൽ, പിന്നെ ഫേസ് ഷോപ്പിൻ്റെ ക്ലെൻസിങ് ഓയിൽ, പിന്നെ നിങ്ങൾ അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ക്ലെൻസിങ് ബാം നോക്കി നടക്കുവാണെങ്കിൽ ഡോട്ട് ആൻഡ് ഗീയുടെ ഈ ഒരു ക്ലെൻസിങ് ബാം. ബട്ട് ഇതിന് ഫ്രേഗ്രൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടിത് ഫ്രേഗ്രൻസ് ഉണ്ട്, അതുകൊണ്ട് എത്രത്തോളം സെൻസിറ്റീവ് സ്കിന്നിന് ഇത് വർക്ക് ആവും എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും ഫ്രേഗ്രൻസ് ഇറിറ്റേഷൻ ഉണ്ടാക്കൂല, ബട്ട് പലവർക്കും ഉണ്ടാക്കും. സോ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യണം. അത് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഈ ഞാൻ പറഞ്ഞല്ലോ സെൻറ്റല്ലയും അതുപോലെ തന്നെ ഫേസ് ഷോപ്പും അത് നല്ലതാണ് കേട്ടോ. ക്ലെൻസിങ് ഓയിൽ കുറച്ച് പ്രൈസിയാണ്, ബട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മൈസെല്ല വാട്ടറാണ് നോക്കി നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഗാർണിയറിൻ്റെ മൈസെല്ല വാട്ടർ. ഇനി ക്ലെൻസേഴ്സിൻ്റെ അകത്തേക്ക് വരുവാണെങ്കിൽ ഈ സിമ്പിളിൻ്റെ റിഫ്രഷിങ് ഫേസ് വാഷ്, ഇത് കഴിഞ്ഞു ഓൾറെഡി, ഞങ്ങൾക്കിതിനെ കട്ട് ചെയ്യണം. സിമ്പിളിൻ്റെ റിഫ്രഷിങ് ഫേസ് വാഷ്. പിന്നെയുള്ളത് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ബാരിയർ റിപ്പയർ ഹൈഡ്രേറ്റിംഗ് ജെൻറ്റിൽ ഫേസ് വാഷ്. ഇത് രണ്ടും ഞാൻ എത്ര ട്യൂബ് യൂസ് ചെയ്തിട്ടുണ്ട് അനക്കന്നെ ഒരു ഐഡിയ ഇല്ലാത്ത രണ്ട് ക്ലെൻസേഴ്സാണ്. പിന്നെയുള്ളത് കെമിസ്റ്റഡ് പ്ലേയുടെ ജെന്റിൽ ആൻഡ് സൂത്തനിങ് ഫേസ് വാഷ്. പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ തന്നെ സിക്ക ബ്ലമിഷ് ക്ലിയറിംഗ് ഫേസ് വാഷ്. ഇത് ഞാൻ വലിയ ട്യൂബ് യൂസ് ചെയ്തിട്ടില്ല, ഇതുപോലത്തെ ട്രാവൽ പാക്ക് ഉണ്ടല്ലോ അതന്നെ ഒരു 4-5 എണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലാതെ വലുതായിട്ട് ഇത് ഞാൻ വാങ്ങിയതല്ല, ഇത് ഫ്രീ ഗിഫ്റ്റാണ്. പേർപ്പിളിൻ്റെ ഓർഡറിന് എനിക്ക് ഇതന്നെ 3-4 തവണ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ യൂസ് ചെയ്തതാണ്, എനിക്കിഷ്ടമായി. പിന്നെ നിങ്ങൾക്ക് സെറാവയുടെ ഫോമിങ് ക്ലെൻസർ, പിന്നെ അതുപോലെ തന്നെ സെറാവയുടെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ, പിന്നെ ഇത് സെറ്റാഫിലിൻ്റെ ക്ലെൻസർ, പിന്നെ ഡെർമാക്കോ അല്ലേനാ ഡെർമാക്കാൻ്റെ 2% നയാസിനമൈഡ് ക്ലെൻസർ. അത് നല്ലതാണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾ നോർമൽ ബേസിസിലാണെങ്കിൽ നിങ്ങൾ ജെൻറ്റിലായിട്ടുള്ളത് ചൂസ് ചെയ്യാം. അല്ല നിങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോമിംഗ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ജെൻറ്റിൽ ആ ഒരു കാറ്റഗറിയിലുള്ളത് ചൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ അതുപോലെ തന്നെ എപ്പിസോഫ്റ്റിൻ്റെ ക്ലെൻസർ, അതും നല്ലതാണ്. അപ്പോൾ ക്ലെൻസേഴ്സ് റെക്കമെൻഡേഷൻ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ടോണേഴ്സിലേക്ക് വരാം. ടോണേഴ്സിൻ്റെ പറയുകയാണെങ്കിൽ ഈ ഒരു ടോണി മോളിയുടെ ടോണർ നല്ലതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്, നല്ല സംഭവം. ഇനി അതൊക്കെ പറയേണ്ടേ അറിയില്ല, ബട്ട് എനിക്കിഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലമ്മിൻ്റെ നയാസിനമൈഡ് ടോണർ, നിങ്ങൾക്ക് ഓപ്പൺ പോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ പോഴ്സിന് ഇത് വെക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് അങ്ങനെയല്ല, ബട്ട് ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും. പിന്നെയുള്ള ടോണർ പിന്നെ ഇതുണ്ടല്ലോ ഓർഡിനറിയുടെയും അണ്ടർ റേറ്റഡേനും ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ടോണർ. അത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൽപ്പിലും യൂസ് ചെയ്യാം. ഈ ഗ്ലൈക്കോളിക് ടോണർ എന്നുള്ളത് സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഞാൻ ഇതുവരെ സ്കാൽപ്പിൽ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ ടോണറായിട്ട് യൂസ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്ക് ആക്റ്റീവ്സ് നല്ലത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നല്ലൊരു നയാസിനമൈഡ് സിറമാണ് നോക്കി നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഓർഡിനറിയുടെ 10% നയാസിനമൈഡ് നല്ലതാണ്. പിന്നെ സാലിസിലിക് ആസിഡിന് അണ്ടർ റേറ്റഡിൻ്റെ 2% അല്ലേനാ 2% സാലിസിലിക് ആസിഡ്. പിന്നെ നിങ്ങൾ റെറ്റിനോൾ നോക്കി നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബിഗിന്നർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ റെറ്റിനോളാണ് ഈ ഒലയുടെ ഈ ഒരു റെറ്റിനോൾ ക്രീം. പിന്നെ റെറ്റിനോളൊക്കെ നൈറ്റ് മാത്രമേ ഇടാവൂ കേട്ടോ. എല്ലാ ആക്റ്റീവ്സും ഞാൻ നൈറ്റ് മാത്രം ഇടാനാണ് പറയുക. അതുപോലെ തന്നെ സാലിസിലിക് ആസിഡൊക്കെ നിങ്ങൾ വീക്ക്ലി 3 ടൈംസിന് അപ്പുറത്തേക്ക് യൂസ് ചെയ്യണ്ട. പിന്നെ സാലിസിലിക് ആസിഡ് നിങ്ങളുണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്ക് ആക്നി ഉണ്ട് വെച്ചിട്ട് നിങ്ങൾ സാലിസിലിക് ആസിഡ് എൻറ്റയർ ഫേസ് ഇടണം നിങ്ങൾ ഇല്ല. നിങ്ങൾക്ക് സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ടാർഗറ്റഡ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യാൻ പഠിക്കണം.
നമ്മളെ വീഡിയോസ് റെഗുലർലി കാണുന്നവർക്ക് അത് പറ്റുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങൾക്ക് അസലിക് ആസിഡ് വേണമെങ്കിൽ ഈ ഒരു അസലിക് ആസിഡ് നല്ലതാണ്. ഇനി നമുക്ക് പീൽസിൻ്റെ അകത്തേക്ക് വരുവാണെങ്കിൽ ഓർഡിനറിയുടെ ഈ ഒരു പീലും അതുപോലെ തന്നെ അണ്ടർ റേറ്റഡ് ഈ ഒരു പീലും നല്ലതാണ്. ഇനി നമുക്ക് മോയ്സ്ചറൈസറിലേക്ക് വരാം. മോയ്സ്ചറൈസ് റെക്കമെൻഡേഷനിൽ ഫസ്റ്റ് വൺ ഈ ന്യൂട്രോജീനയുടെ ഈ ഒരു മോയ്സ്ചറൈസർ. ഇതുണ്ടല്ലോ പലവരും മറന്നുപോയി തോന്നണു. ലൈക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ആയിരുന്നു. ബട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇതിനെ കാണാനേ ഇല്ല. അതങ്ങനെ ഇങ്ങനെ പുതിയ പ്രൊഡക്റ്റ്സ് വരുമ്പോൾ മറന്നു പോകുന്നുണ്ട് നമ്മൾ പഴയ നല്ല പ്രൊഡക്ട്സിനെ. പിന്നെ ഉള്ളത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഡോട്ട് ആൻഡ് ഗിയുടെ സെറാമൈഡ്സ് ആൻഡ് ഹൈലറോണിക് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ. ഇതിനോട് ഞാൻ ലോയലായ പോലെ വേറെ ആരും ലോയലായിക്കില്ല. അത്രയും ട്യൂബ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ട്യൂബ് കുറച്ചെണ്ണം ഇപ്പം എൻ്റെ അടുത്തുണ്ട്. ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൂഫ് കാണിച്ചു തരാനായിട്ട്. ബട്ട് കുറേയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞു. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഉള്ളത് ഈ ബയോഡെർമയുടെ അറ്റോഡേം ക്രീം അൾട്രാ പറഞ്ഞ ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡിയിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പറഞ്ഞത് ഇത് വേഗമൊന്നും തീരത്തില്ല. സ്റ്റോറേജ് ഇഷ്യൂ ആണ്. ഇത് വേഗമൊന്നും തീരത്തില്ല. ഞാൻ കുറേ ഇത് യൂസ് ചെയ്യണു. ഇത് എൻ്റെ എത്രാമത്തെ ട്യൂബാ? രണ്ടാമത്തെയോ വെച്ചോ ആണ്. ഞാൻ ഇടയ്ക്ക് ഇത് ബോഡിയിലും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡ്സ് ആൻഡ് വൈറ്റമിൻ സി മോയ്സ്ചറൈസർ, പിന്നെ സെറാവയുടെ ഈ ഒരു മോയ്സ്ചറൈസർ, സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ, പിന്നെ വിഷ്കയുടെ മോയ്സ്ചറൈസറും ഇവിടെ ഉണ്ടായിരുന്നല്ലോ സെബാമെറ്റിൻ്റെ മോയ്സ്ചറൈസർ. ചിലതൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളത്. സോ ചിലതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സൺസ്ക്രീനിൻ്റെ അകത്തേക്ക് വരാം. സൺസ്ക്രീനിൻ്റെ അകത്തേക്ക് പറയുവാണെങ്കിൽ ഈ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ, അതുപോലെ തന്നെ ഇത് കോമ്പിനേഷൻ ഓയിലി സ്കിൻ ഉള്ളവർക്കാണ്. അതുപോലെ തന്നെ ഇവരെ ഡ്രൈ സ്കിൻ ഉള്ളതുകൊണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്ന സൺസ്ക്രീനൊക്കെ ന്യൂജൻ യു വി ഫിൽറ്റേഴ്സ് ഉള്ളതാണ്. ഇത് നിങ്ങളുണ്ടല്ലോ ന്യൂജൻ യു വി ഫിൽറ്റേഴ്സ് എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ട്രസ്റ്റ് ചെയ്യാനൊന്നും പോകാൻ നിൽക്കണ്ട. ബിക്കോസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി എനി സ്റ്റഡി നടക്കുമ്പോൾ ചിലപ്പോൾ പ്രൂവ് ചെയ്യായിരിക്കും ന്യൂജൻ യു വി ഫിൽറ്റേഴ്സിനും പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ അടുത്ത യു വി ഫിൽറ്റേഴ്സ് വരും. അപ്പോൾ വീണ്ടും അങ്ങനെ ഇതായത് ലൂപ്പായിട്ട് പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ സൺസ്ക്രീനിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ കണ്ടു നോക്കൂ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിൻ്റെ അകത്ത് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എപ്പോഴൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്ന പോലെ അല്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഹെൽത്തിനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്യൂട്ടീനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഹെൽത്ത് കഴിഞ്ഞിട്ട് ബ്യൂട്ടിയിൽ നോക്കുന്നില്ല. അങ്ങനത്തെ പരിപാടിക്ക് ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ സൺസ്ക്രീൻ അല്ലേ പറഞ്ഞത്, ഡീകൺസ്ട്രക്റ്റ് പറഞ്ഞു. പിന്നെ ഫോക്സ്റ്റൈലിൻ്റെ കൂൾ ഷെയ്ഡ് സൺസ്ക്രീൻ, അതുപോലെ തന്നെ ഫോക്സ്റ്റൈലിൻ്റെ ഗ്ലോ സൺസ്ക്രീൻ, മിനിമലിസ്റ്റിൻ്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ, പിന്നെ ഏതാ ബ്യൂട്ടി ഓഫ് ജോസൺ. ഇവരാ സൺസ്ക്രീൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവരെ വേറെ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സൺസ്ക്രീൻ രണ്ടും ഓയിലി സ്കിൻ ഉള്ളതും ഡ്രൈ സ്കിൻ ഉള്ളതും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മളെ ഫേസിൻ്റെ കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ബോഡീൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഫസ്റ്റ് നിങ്ങൾക്ക് ബോഡി വാഷസ് ഞാൻ പറഞ്ഞുതരാം. ഈ കെമിസ്റ്റർ പ്ലേയുടെ ഈ എക്സ്ഫോലിയേറ്റിംഗ് ബോഡി വാഷ്, പിന്നെ ഫോക്സ്റ്റൈലിൻ്റെ എക്സ്ഫോലിയേറ്റിംഗ് ബോഡി വാഷ്. ഇനി ബോഡി ലോഷൻസിലേക്ക് വരുവാണ്. പിന്നെ ഈ പീൽ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ നേരത്തെ അണ്ടർ റേറ്റഡിൻ്റെയും ഓർഡിനറിയുടെയും HA പീൽ, അങ്ങനെ വേണമെങ്കിൽ ബോഡിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ബോഡി ലോഷനിലേക്ക് വരുവാണെങ്കിൽ വാസലിൻ്റെ ഗ്ലൂട്ടാ ഹയ പറഞ്ഞ ഇതിനകത്തൊന്നുമില്ല, ഇത് കാലിയാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബോഡി ലോഷൻ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തോ. ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബോഡി ലോഷൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ അറിവിലില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഉള്ളത് ഈ വിഷ്കയുടെ HA BHA ബോഡി ലോഷൻ. ഇത് നിങ്ങൾ റെഗുലർലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് സ്കിന്ന് ബ്രൈറ്റൻ ആവുന്ന പോലെ, ടാനർ റിമൂവ് ആവുന്ന പോലെ ചെറുതായിട്ട് ഫീൽ ചെയ്യും. ഇത് കുറച്ചുകൂടി ഫീൽ ചെയ്യും. ഇത് കുറച്ചുകൂടി എക്സ്ഫോലിയേറ്റ് ചെയ്യും.
ഇതിനേക്കാൾ കുറച്ചുകൂടി എക്സ്പോലിയേറ്റിംഗ് ആണ്, കുറച്ചുകൂടി റിസൾട്ട്. നിങ്ങളിങ്ങനെ എക്സ്പോലിയേറ്റിംഗ് നോക്കി നടക്കുകയാണ്, ടാൻ റിമൂവൽ നോക്കി നടക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെയുള്ളത് നിവ്യയുടെ കൊക്കോ നൗറിഷ്. നിവ്യയുടെ കൊക്കോ നൗറിഷ് മാത്രമല്ലടാ, നിവ്യയുടെ കൊക്കോ നൗറിഷ് അതുപോലെ തന്നെ നിവ്യയുടെ ബോഡി മിൽക്കും രണ്ടും നല്ലതാണ്. പിന്നെ വാസലിൻ്റെ കൊക്കോ ഗ്ലോ. ഇതിലേതിനാ നല്ല സ്മെല്ലെന്ന് ചോദിച്ചാൽ ഇതിനാണ് സ്മെല്ല് കൂടുതൽ. ബട്ട് ടെക്സ്ചർ ഇത് കുറച്ചുകൂടി, ഇതിനേക്കാൾ കുറച്ചുകൂടി തിക്ക് ടെക്സ്ചറായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് അത്രയും തിക്കല്ല, ബട്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന, ഇതൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ബോഡി ലോഷൻസ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ SPF ബോഡി ലോഷനാണ് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ വിഷ്കയുടെ സൺസ്ക്രീൻ ബോഡി ലോഷൻ. പിന്നെ അതുപോലെ തന്നെ വാസലിൻ്റെ ഡീപ്പ് മോയ്സ്ചറും നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് വിൻ്റർ ടൈമിലൊക്കെ അത് നന്നായിട്ട് വർക്കാവും, നന്നായിട്ട് അത് മോയ്സ്ചർ ചെയ്യും നമ്മളെ സ്കിന്നിനെ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബോഡി സ്ക്രബാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡവിൻ്റെ ഈ ഒരു ബോഡി സ്ക്രബ് നല്ലതാണ്. പിന്നെ ബോഡി സ്ക്രബ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ ആകെ ചെയ്തത് ഡവിൻ. ഇനി നിങ്ങൾ റോൾ ഓൺ ആണ് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ വിഷ്കയുടെ റോൾ ഓൺ, പിന്നെ അതുപോലെ തന്നെ കെമിസ്റ്റഡ് പ്ലേയുടെ റോൾ ഓൺ, പിന്നെ ബി ബോഡി വൈസിൻ്റെ റോൾ ഓൺ. ഇതിൻ്റെ അകത്ത് കെമിസ്റ്റഡ് പ്ലേയുടെ റോൾ ഓൺ എനിക്കങ്ങനെ ബ്രൈറ്റനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിനേക്കാൾ നന്നായിട്ട് എനിക്ക് ബി ബോഡി വൈസിൻ്റെതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി ബ്രൈറ്റനിങ് ആയിട്ട് നിങ്ങൾക്ക് റോൾ ഓൺ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആലം സ്റ്റോൺ യൂസ് ചെയ്യൂ, അടിപൊളി സാധനമാണ്. അത് നിങ്ങൾക്ക് ആലം സ്റ്റോൺ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ ഓർഡർ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല, പിന്നെ ഇതിന് സ്മെല്ലുണ്ടാവും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ ഫ്രേഗ്രൻസ് ഉള്ള റോൾ ഓൺ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പെർഫ്യൂം യൂസ് ഒരു സ്മെല്ലൊന്നും ഇതിനില്ല, ഒരു സ്മെല്ലും ഇല്ല. അതുപോലെ തന്നെ ഓർഡർ കൺട്രോൾ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇത് ഷേവ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യും. നമ്മൾ ഐ ക്രീം പറഞ്ഞില്ലല്ലോ, ഐ ക്രീം എൻ്റെ റെക്കമെൻഡേഷൻസ് ഈ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ഐ ക്രീം. ഇത് നിങ്ങൾക്ക് പിഗ്മെൻറ്റഡ് ഡാർക്ക് സർക്കിൾസ് ആണ് ഉള്ളതെങ്കിലും അതുപോലെ തന്നെ വെസ്കുലർ ഡാർക്ക് സർക്കിൾസിനും രണ്ടിനും വർക്ക് ആവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ വെസ്കുലർ ഡാർക്ക് സർക്കിൾസിന് ഇങ്ങനെ കഫീൻ അങ്ങനത്തെ സാധനങ്ങൾ നന്നായിട്ട് വർക്ക് ആവും. അപ്പം അങ്ങനത്തെ നോക്കി എടുക്കുക. പിന്നെ നമ്മളെ ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ ഐ ക്രീം, പിന്നെ എംകഫേൻ്റെ ഐ ക്രീം, പിന്നെ ഇതാ മിനിമലിസ്റ്റിൻ്റെ ഐ ക്രീം. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ഐ ക്രീം റെക്കമെൻഡേഷൻസ്. ഇനി ലിപ് ബാമിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ 3 ലിപ് ബാം റെക്കമെൻഡേഷൻസ് ആണ് എനിക്കുള്ളത്. ഫസ്റ്റ് വൺ, മൈ ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ്, വിഷ്കെയറുടെ SPF സെറാമൈഡ്സ് ലിപ് ബാം. ഇത് SPF ലിപ് ബാം കേട്ടോ. ഇതിനകത്ത് SPF 50 PA++ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ 3 യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതാണ് ഞാൻ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ബ്രൈറ്റനിങ് ലിപ് ബാം. ഇതെൻ്റെ രണ്ടാമത്തെ ഇതാണ്. ഇത് 3, ഇത് 2. ഇത് തുടങ്ങിയേ യൂസ് ചെയ്ത് തുടങ്ങിയേ ഉള്ളൂ. പിന്നെ ഈ ലിപ് ബാം ഞാൻ 2 ആഴ്ചയോ മറ്റോ യൂസ് ചെയ്തിട്ട് പിന്നെ അതിനെ കാണാനില്ല. അത് എവിടെ പോയെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഞാൻ എല്ലായിടത്തും പറ്റി കാണുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡോട്ട് ആൻഡ് കീയുടെ ബാരിയർ റിപ്പയർ ഹൈഡ്രേറ്റിംഗ് ലിപ് ബാം. ഇതിനകത്തും SPF 50 PA++ ഉണ്ട്. ഇത് നോൺ ടിൻറ്റഡ് ആണ്. ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത് നോൺ ടിൻറ്റഡ് ആണ് കേട്ടോ. ഞാൻ അങ്ങനെ ലിപ് ബാമിൽ ഞാൻ ടിൻറ്റഡ് പ്രിഫർ ചെയ്യുന്ന ആളല്ല. പിന്നെ അതുപോലെ തന്നെ ഡീകൺസ്ട്രക്റ്റിൻ്റെതും ഇതും SPF 50 PA++ ഉള്ള, ഇതെല്ലാം SPF 50 PA++ ഉള്ള ലിപ് ബാമാണ്. ഇതവിടെ പോയി, കുറേ ഞാൻ തപ്പി, ഇനി ഇപ്പോൾ കിട്ടിയിട്ടും കാര്യമില്ല. അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. ബട്ട് അല്ലാണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് അതിനൊരു എക്സ്പയറി ഉണ്ട്, അതെന്തായാലും കഴിഞ്ഞായിരിക്കും. അപ്പോൾ പിന്നെ കട്ടിയിട്ട് കാര്യമില്ല. എന്നാലും അതവിടെ പോയേ. ഷാമ്പു ആൻഡ് കണ്ടീഷണർ പറയുകയാണെങ്കിൽ ലോറിയൽ പാരീസിൻ്റെ ഈ ഹൈറോൺ മോയ്സ്ചർ റേഞ്ച്, അതുപോലെ തന്നെ ഈ വിഷ്കെയറുടേത് മൾട്ടി പെപ്റ്റൈഡ് ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പു ആൻഡ് കണ്ടീഷണർ, പിന്നെ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഷാമ്പു ആൻഡ് കണ്ടീഷണർ. ഈ ഒരു പ്രത്യേക റേഞ്ച് വേറെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ലോറിയൽ പ്രൊഫഷണൽസിൻ്റെ ഈ ഒരു ഷാമ്പു ആൻഡ് കണ്ടീഷണർ, അത്രയേ ഉള്ളൂ. പിന്നെ ഓലാപ്ലെക്സിൻ്റെ ബോണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓലാപ്ലെക്സിൻ്റെ ബോണ്ട് മെയിൻറ്റെയിനിങ്, പിന്നെ ബെയർ അനാട്ടോമിയുടെ ആൻറ്റി
ഫ്രിസ് ലീവ് ഇൻ കണ്ടീഷണർ. ലീവിൻ്റെ അകത്ത് ഞാൻ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒന്ന് പിന്നെ അല്ല, അത് മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളൂന്നല്ല പറയാൻ, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് എൻ്റെ ഹെയറിന് അത്ര സെറ്റാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുള്ളത് ഫ്ലാക്സ് സീഡാണ്. കണ്ടോ, സെറ്റായിട്ടിരിക്കുന്നുണ്ടോ എൻ്റെ ഹെയർ? ഫ്ലാക്സ് സീഡ് ജെല്ലാണ് ഞാൻ ലീവിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഹെയർ ഓയിൽ നോക്കി നടക്കുവാണെങ്കിൽ, നിങ്ങൾ ഹെയർ ഗ്രോത്തിനുള്ള ഹെയർ ഓയിൽ നോക്കി നടക്കുവാണെങ്കിൽ സോൾഫ്ലവറുടെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ. ഇത് എസെൻഷ്യൽ ഓയിൽ ഡയറക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും കരിയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. കരിയർ ഓയിൽ എന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിലാവാം, ആൽമണ്ട് ഓയിലാവാം, കാസ്റ്റർ ഓയിലും ഇത് മാത്രം യൂസ് ചെയ്ത് ഭയങ്കര തിക്കായി പോവില്ലേ. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഓയിൽ ഉണ്ടല്ലോ. എനിക്ക് കുറച്ചുകൂടി എൻ്റെ ഹെയർ ടൈപ്പിനും സ്കാൽപ്പിനും എനിക്ക് കോക്കനട്ട് ഓയിൽ പറ്റില്ല. കോക്കനട്ട് ഓയിലും എൻ്റെ സ്കാൽപ്പും ഹെയറും ഒന്നും, സ്കാൽപ്പ് പിന്നെയും കുഴപ്പമില്ല, ബട്ട് ഹെയറും കോക്കനട്ട് ഓയിലും തമ്മിൽ ഒരു വിധത്തിലും സെറ്റ് ആകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഹോബ ഓയിലിലേക്ക് സ്വിച്ച് ചെയ്തത്. ഇത് വിഷ്കേറതാണ് കേട്ടോ. ഞാൻ ഹോബ ഓയിൽ ആകെ ട്രൈ ചെയ്തിട്ടുള്ളതും അപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവരെ തന്നെ ലാവൻഡർ എസെൻഷ്യൽ ഓയിലുണ്ട്, സോൾഫ്ലവറിൻ്റെ തന്നെ. പിന്നെ നിങ്ങൾ ഹെയർ ഗ്രോത്ത് സിറാണ് നോക്കുന്നുണ്ടെങ്കിൽ വിഷ്കേറിൻ്റെ ഹെയർ ഗ്രോത്ത് സിറം. പിന്നെ ഹെയർ ഗ്രോത്ത് സിറം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും ഹെയർ സെറ്റ് ആവില്ല. അതായത് ഹെയർ ഒട്ടും വളരണില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഹെയർ ഗ്രോത്ത് സിറത്തിലേക്ക് പോവുക. അതായത് നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഹെയർ ഗ്രോത്ത് സിറത്തിന് ട്രീറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് എൻ്റെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ. കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് അങ്ങനെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നുമില്ല. ഫുൾ നമ്മൾ സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെയാണുള്ളൂ. സോ യാ. പിന്നെന്താ, പിന്നെ ഉണ്ടല്ലോ ഇത് സ്കാൽപ്പ് മസാജർ, സിലിക്കോൺ സ്കാൽപ്പ് മസാജർ. ഞാൻ യൂസ് ചെയ്തത് വിഷ്കെയറുടേതാണ്. അതും ഫ്രീ ഗിഫ്റ്റ് ആയിരുന്നു. ഞാൻ വിഷ്കെയറുടെ കുറേ 5 പ്രൊഡക്ട്സോ മറ്റോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി അല്ല, കുറച്ചായി. അപ്പോൾ കിട്ടിയതാണ്. അതിൻ്റെത് എൻ്റെ ചാനലിലുണ്ട് ആ വീഡിയോ. യാ. സോ ദാറ്റ്സ് ഇറ്റ്. ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് സെയിലൊക്കെ കഴിഞ്ഞ് പോകുമോ എന്തോ. പിന്നെ ഇതിനൊന്നും ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. സെയിലുണ്ട്. സോ ഞാൻ എൻ്റെ റെക്കമെൻഡേഷൻസ് പറഞ്ഞു. ഇനി നിങ്ങൾ പോയിട്ട് ഡിസ്കൗണ്ട് ഉണ്ടോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കൂ. ഉണ്ടാവടാ, ഇതൊക്കെ ഭയങ്കര കുറച്ചെങ്കിലും എന്തായാലും ഉണ്ടാവേണ്ടതാണ്. ഭയങ്കര ഡ്രാസ്റ്റിക് ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവും. സോ യാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി എന്ത് വീഡിയോസ് വേണം? ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയോ? ഇനി എന്ത് വീഡിയോ വേണം? എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് സ്കിൻ കെയർ കസ്റ്റമൈസ് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചോദിക്കേണ്ട ഡൗട്ട്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IG വന്ന് ചോദിക്കാം. ഓക്കെ, ലിങ്ക് എൻ്റെ ബയോയിലുണ്ട് എന്തായാലും. പിന്നെ ഇവിടെ വീഡിയോൻ്റെ അവിടെയും ഉണ്ടാവും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തൊക്കെ വീഡിയോ വേണം, ഈ വീഡിയോയുടെ ഫീഡ്ബാക്കൊക്കെ എന്തായാലും പറയണേ. നിങ്ങളുടെ കമൻസ് ആണ് എനിക്ക് ആകെ ഒരു വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ്, ലൈക്സ്, ഇതൊന്നും എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കലോ അല്ലെങ്കിൽ ഹാപ്പി ആക്കലൊന്നും ഇല്ല. ലൈക്ക് ഒട്ടുമില്ല എന്നല്ല, ബട്ട് ഇതിനേക്കാൾ കൂടുതൽ നിങ്ങളൊരു കമൻറ്റ് കേട്ടാൽ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ കമൻറ്റ് ചെയ്യാൻ നോക്കുക, ജെന്യൂനായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ, ജെന്യൂനായിട്ട് ചെയ്യാം. So that's it. Thank you so much for watching. Love you. I will see you soon. Okay, take care.